പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളുടെ വായനാവാരവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ തന്നെ വിവിധ സാഹിത്യകാരന്മാരും യുവ സാഹിത്യകാരന്മാരെയും ഒക്കെ നിങ്ങളുടെ പറഞ്ഞുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ മലയാള അധ്യാപികയായ ജസീന ടീച്ചറാണ്. ടീച്ചറിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുത്തിന്റെ ലോകത്തിലേക്ക്, വായനയുടെ ലോകത്തിലേക്കൊക്കെ നിങ്ങളെ കൂടെ ആഴ്ന്നിറങ്ങുന്ന വിധത്തിലേക്ക് ടീച്ചറും നിങ്ങളും തമ്മിലുള്ള ആത്മീയ സംഭാഷണത്തിലൂടെ നേരത്തെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ദേവശ്രീ. ഞാൻ 5ൽ. എന്റെ വജ്ര. എന്റെ പേര് അക്ഷര. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് അധ്യാപികയും എഴുത്തുകാരിയുമായ ജസീന ടീച്ചറാണ്. ടീച്ചർക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് SNDP UP സ്കൂളിലെ ഹൃദ്യമായ സ്വാഗതം. താങ്കളുടെ സ്ഥലം, കുടുംബം എന്നിവയെ കുറിച്ചൊന്ന് പറയാമോ? താമസിക്കുന്നത് വിളംബരത്തിന്റെ ഉണ്ടറ വിളംബരം. ഞാൻ പഠിച്ചതൊക്കെ ഇളമ്പുള്ള സ്കൂളിലും KGV സ്കൂളിലും ഒക്കെയാണ്. കുറെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. KGV സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ വാപ്പാടെ നാട് വിളപ്പൊടിയാണ്, കുട്ടിക്കോടിനടുത്ത്. അവിടെ 3 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ് കഴിയുമ്പോൾ ഇളമ്പള്ളൂർ SNS ഇപ്പൊ ഞാനും ഹസ്ബൻഡും മക്കള് 2 പേരും. വാപ്പയും ഉമ്മയും മരിച്ചുപോയി. ഒരു ചേച്ചിയാണ് എനിക്കുള്ളത് തമിഴ്നാട്ടില്. തനിച്ചായ എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ടീച്ചറിന്റെ ഒരു കവിത കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് പറയാമോ? നമ്മുടെ കൊല്ലത്തെ അധ്യാപികമാരുടെ കവിതാ സമാഹാരങ്ങൾ ഒരു പുസ്തകമല്ല തനിച്ചായ. മറന്നുപോയി. കവിതയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഞാൻ അത്ര വലിയ എഴുത്തുകാരിയൊന്നും അല്ല. ഇവരൊക്കെ ഒരു ടീച്ചർ എന്ന നിലയിൽ അറിയാനാണ് എപ്പോഴും ഇഷ്ടം. ഞാൻ എഴുതിയിരുന്നു. കവിതകളല്ല കൂടുതൽ എഴുതിയത്, അനുഭവക്കുറിപ്പുകളായിരുന്നു. ഞാൻ ഫേസ്ബുക്കില്, സോഷ്യൽ മീഡിയയിൽ ആത്മായനം എന്ന് പറഞ്ഞിട്ട് ഒരു 100-ലേറെ അധ്യായങ്ങൾ എഴുതിയിരുന്നു. എല്ലാം എന്റെ കുട്ടിക്കാലം തൊട്ട് കുറെ ഇനി അത് പൂർത്തിയാക്കി പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കോവിഡ് എല്ലാവരുടെയും ജീവിതത്തില് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുപോലെ എന്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു എന്റെ എഴുത്തും വായനയൊക്കെ കുറഞ്ഞു. അതിനുശേഷം ഉമ്മ മരണപ്പെട്ടു കോവിഡ് ടൈമില്. അപ്പോ അതൊക്കെ ഉമ്മ ഉള്ള സമയത്തായിരുന്നു എനിക്ക് കുറച്ച് ടൈമൊക്കെ ഉമ്മ ഉണ്ടായിരുന്നല്ലോ വീട്ടില്. അപ്പോ എനിക്ക് വൈകിട്ട് സ്കൂളിൽ ചെന്നാലും കുറെ വായിക്കാനും കുറെ എഴുതാനും ഒക്കെ സമയം കിട്ടിയിരുന്നു. ഇപ്പോ ശരിക്കും ആ കോവിഡ് എന്നെ ശാരീരികമായിട്ടും ഒക്കെ ഒത്തിരി ബാധിച്ചിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്തോ, ഞാൻ അതിനുശേഷം പിന്നെ അത് എഴുതിയിട്ടില്ല. ശരിക്കും അതൊരു പുസ്തകമാക്കാൻ വേണ്ടി എഴുതിയിരുന്നതാണ്. കുറെ പേരൊക്കെ വായിച്ചിരുന്നു. എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോ ചിലരെങ്കിലും എന്നെ അറിഞ്ഞിരുന്നത് ആത്മായനം എഴുതിയിരുന്ന ടീച്ചറാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ ചിലരെങ്കിലും. അത് ശരിക്കും പറഞ്ഞാല് നിങ്ങളെക്കാളൊക്കെ മനോഹരമായ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. കാര്യം ഇന്നത്തെ പോലെ അല്ലല്ലോ ഞാൻ ജീവിച്ചിരുന്നപ്പോ ഗ്രാമത്തിലാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഒന്നും ഇല്ല. അപ്പൊ ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്തിരുന്ന, മഴക്കാലത്തൊക്കെ ഇങ്ങനെ തോട്ടില് വയലിലും ഒക്കെ കുത്തി മറിഞ്ഞ് അപ്പോ ഈ പശുവിന് തീറ്റയൊക്കെ പറിക്കാനൊക്കെ വളരെ ആഘോഷമായിട്ട് ഞങ്ങൾ 5 പേര് പോകുന്ന ഒത്തിരി ആഘോഷിച്ച ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതൊക്കെ അതൊക്കെ ചിലപ്പോ അന്നത്തെ കുറെ മണ്ടത്തരങ്ങളും അബദ്ധവും ഒക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ഒത്തിരി ചിരിച്ചിട്ടുണ്ട്. കാര്യം അന്നത്തെ ഒക്കെ ഒത്തിരി ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പുസ്തകമാക്കണമെന്ന് വെച്ച് എഴുതി തുടങ്ങിയതാണ്. 100-ലേറെ അധ്യായങ്ങൾ. പക്ഷെ അതിപ്പോ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇതിലും ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ വലിയ എഴുത്തുകാരിയൊന്നും അല്ല. പക്ഷെ അത് എഴുതിയപ്പോ കുറച്ചുപേരൊക്കെ അത് തുടരണമെന്ന് പറഞ്ഞ് ഇപ്പോഴും പറയുന്നവരുണ്ട്. എഴുത്താണെങ്കിലും വായനയാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിപ്പോയാല് പിന്നെ അത് നമ്മളിലേക്ക് തിരിച്ചു വരാൻ വലിയ പാടാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. സ്കൂളുകളിൽ നടക്കുന്ന വായനാ പരിപാടിയെ കുറിച്ച് ടീച്ചർ ഇവിടെ ഇപ്പൊ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. വളരെ സ്മാർട്ട് കുട്ടികളാണ് നിങ്ങളുടെ ഈ പട്ടക്കാലം സ്കൂളിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചത് രാധാകൃഷ്ണ സാറൊക്കെ ഉള്ള കാലത്തേ ഞാൻ കേട്ടിട്ടുണ്ട്. മേളകളിലൊക്കെ ഒരുപാട് ട്രോഫികളൊക്കെ വാങ്ങുന്ന ഏറ്റവും മികച്ച ഒരു ഗവൺമെന്റ് സ്കൂളാണ് കൊല്ലം ജില്ലയിലെ. ഏറ്റവും മികച്ച ഒരു ഗവൺമെന്റ് സ്കൂൾ, ഒരു പൊതുവിദ്യാലയം, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂള് ഇത്രയും നന്നായിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഹരിത വിദ്യാലയം എന്നുള്ള ബോർഡ്. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. IT കോഴ്സിന് പങ്കെടുക്കാനോ അധ്യാപക ട്രെയിനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കാര്യത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. അന്നത്തേക്കാളും കൂടുതൽ ഭംഗിയായിരിക്കുകയാണ് നിങ്ങളുടെ സ്കൂള്.
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹരിത വിദ്യാലയം പേര് പോലെ തന്നെ സ്കൂൾ പോകുമ്പോഴൊക്കെ വളരെ ഭംഗിയാണ്. വർണ്ണക്കൂടാരൊക്കെ വന്നപ്പോൾ സ്കൂളിന്റെ മട്ട് മാറിയല്ലേ? വളരെ ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്കൂളിലൊക്കെ പഠിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ ഓർമ്മകളൊക്കെ ഉണ്ടാവും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ വർണ്ണക്കൂടാരം ഇല്ല, വിദ്യാലയവും ഇല്ല, ലൈബ്രറി ഒക്കെ സ്കൂളിൽ ഉണ്ടാവും. പക്ഷെ വർഷത്തിൽ ഒരു പുസ്തകം കാണി ഏതെങ്കിലും ടീച്ചർ തന്നാലായി, നമ്മൾ വായിച്ചാലായി. അങ്ങനെയൊന്നും അല്ല ഇപ്പോ. അപ്പോ നിങ്ങളാണ് താരം. നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്ന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അധ്യാപകരുടെ റോൾ, അധ്യാപകൻ എപ്പോഴും മെന്ററായി കൈത്താങ്ങായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങളാണ് താരം. ക്ലാസ് മുറിയിലെ താരം നിങ്ങൾ തന്നെയാണ്. ഈ പരിപാടി ഇപ്പൊ നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ തന്നെ ഇങ്ങനെ അവതാരകരായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഇതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നിലേക്ക് കൊണ്ടുവന്ന് കുട്ടികൾ തന്നെ എല്ലാം ചെയ്യുന്ന ഒരു 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 വിദ്യാലയ വർഷം അല്ലെങ്കിൽ വിദ്യാലയ ജീവിതം, അതൊക്കെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കവിതയൊക്കെ കവിതയെ കുറിച്ച് ചോദിക്കരുത്. ഞാൻ കവിതകളൊന്നും അങ്ങനെ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ എഴുതിയിരുന്നു. പ്രചോദനം, അതായത് നമ്മളിപ്പോ എന്നെ കുറിച്ചല്ല, ഞാൻ വലിയ എഴുത്തുകാരെ കുറിച്ച് പറയാം. നമ്മുടെ MT വാസുദേവൻ നായരൊക്കെ ഇല്ലേ, ഏത് എഴുത്തിന്റെ പിന്നിലും എന്തെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം അവർക്കുണ്ടാകും. ഇപ്പൊ നിങ്ങൾ വൈലോപ്പിള്ളിയുടെ, എന്റെ അനുഭവത്തെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ വലിയ എഴുത്തുകാരിയൊന്നും അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിതയില്ലേ, കേട്ടിട്ടുണ്ടോ? ഞാൻ 5 വരി ചൊല്ലട്ടെ? നിങ്ങൾക്ക് പോയിട്ട് 5 വരി ചൊല്ലി കേൾപ്പിക്കാം. ഇങ്ങനെയാണോ നിങ്ങൾ ചൊല്ലിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പക്ഷെ ചൊല്ലിയത് ഇങ്ങനെയായി. കേട്ടിട്ടുണ്ടോ? ഇത് അങ്കണത്തെ ഇമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയും ഇതാണ് കേട്ടത്. ചൊല്ലിക്കുമ്പോൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിന് 5 വരി ചൊല്ലിക്കോ. നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മളെ പേരെന്തുവാ? ഇല്ല, ഉള്ള വാക്കിന്റെ അർത്ഥം അറിയാം. എന്താ? നാദിത്തെ പഴം വീകെ അമ്മ തന്നെ തത്തിനിൻ നൊടുങ്ങു ചുടു കണ്ണീർ മാമ്പഴം പൊറുക്കുവാൻ തന്നരുന്നില്ലെന്നവൻ മാമ്പഴം മലക്കുല എറിഞ്ഞു വരും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘകർഷണം ചെയ്യും ഈ ഇനത്തിലായിരിക്കും ചൊല്ലുന്നതെന്ന്. ആ ഇനത്തിൽ ചൊല്ലുന്ന കുഴപ്പമില്ല. നിങ്ങൾക്ക് വൃത്തമൊന്നും ഇപ്പൊ പഠിക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു കേരള വൃത്തത്തിൽ നിങ്ങൾ ചൊല്ലിയത്. നമ്മൾ കവിതയൊക്കെ ചെല്ലുമ്പോൾ കവിതയുടെ ഭാവം ഏതാണോ അതിനനുസരിച്ച് ഇനത്തിൽ ചൊല്ലുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് മാമ്പഴം. വൈലോപ്പിള്ളി ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ മാമ്പഴത്തിന്റെ മധുരം നുണയാത്ത മലയാളിയില്ല. ഈ കവിതയുടെ അടിസ്ഥാന ഭാവം ശോകമാണ്, മാതൃത്വമാണ്, അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖമാണ് കവിതയുടെ ഒരു പ്രമേയം. വൈലോപ്പിള്ളി ഈ കവിത എഴുതാനിടെ ഒരു പ്രചോദനമുണ്ട്. എന്താണെന്നറിയാമോ? വൈലോപ്പിള്ളി അധ്യാപകനായിരുന്നു. അദ്ദേഹം ആ ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ തന്നെയായിരുന്നു രാത്രി അദ്ദേഹം താമസിക്കുന്നത്. വീട്ടിലൊന്നും പോകാതെ രാത്രി അവിടെ ഒരു സ്കൂളിന്റെ ഒരു മുറി തന്നെയായിരുന്നു കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ ചില അനുഭവങ്ങൾ ഓർത്തു. വൈലോപ്പിള്ളിക്ക് ഒരു അനുജനുണ്ടായിരുന്നു. വൈലോപ്പിള്ളിയും അനുജനും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അനുജന് ഒരു നല്ല പനി വന്ന് മാറി പനി ഒരാഴ്ചയൊക്കെ പനിയായിട്ടിരുന്നിട്ട് മാറി കുളിച്ചു, കുഴപ്പമൊന്നുമില്ല. അന്ന് വൈകുന്നേരം അസുഖമൊക്കെ മാറിയിരുന്ന ഇയാൾക്ക് പെട്ടെന്ന് വീണ്ടും പനി പോലെ വല്ലാതെയൊക്കെ ഇയാൾ കാണിച്ചു. അപ്പോ അമ്മ വൈലോപ്പിള്ളിയോട് പറഞ്ഞു, വൈലോപ്പിള്ളിയുടെ മുഴുവൻ പേര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്നാണ്. അപ്പൊ പറഞ്ഞു, മോനെ പോയി വൈദ്യരെ വിളിച്ചോണ്ട്. അന്ന് വൈദ്യരൊക്കെയാണുള്ളത്. അപ്പൊ പറഞ്ഞു, മോനെ പോയി വൈദ്യരെ വിളിച്ചോണ്ട്. അപ്പൊ സമയസന്ധ്യയായി. വൈദ്യരെ വീട്ടിൽ ചെന്നപ്പോ വൈദ്യര് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. എന്തോ ആ സമയം ഒരു അശുഭമായിട്ട് വൈദ്യർക്ക് തോന്നിയത്രേ. അപ്പോ തിരിച്ച് വൈലോപ്പിള്ളി വീട്ടിലെത്തുമ്പോ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളിയേക്കുക. എന്ത് സംഭവിച്ചു? അനുജൻ മരിച്ചുപോയി. അത് വളരെ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള സമയത്തുള്ള സംഭവമാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വൈലോപ്പിള്ളി ഒരു കവിതയുടെ രചനയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നുമാണ് വൈലോപ്പിള്ളി മാമ്പഴം എന്ന കവിതയ്ക്ക് പ്രചോദനം ഉൾക്കൊണ്ടത്. മാമ്പഴം എന്ന കവിതയ്ക്കകത്ത് എങ്ങനെ തുടങ്ങുന്നത്? മോളിപ്പ് ചൊല്ലി ആ കവിത ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, കവിതയുടെ ശോകം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാണ്. ഞാൻ സ്വന്തമായിട്ട് ഇടുന്ന ഈണം കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഇടുന്നിട്ട പല കവിത ചൊല്ലുന്നത്. ഞാൻ ചൊല്ലുന്ന ഈണം ഇങ്ങനെയാണ്. അങ്കണത്തൈവാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ.
അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊടിച്ചാക്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. പൈതലിൻ ഭാവം മാറി പതനാംബുജം പാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അതായത് ആദ്യമായി മാവില് ഉണ്ടായ കുല ഒടിച്ച് കുഞ്ഞു വന്നപ്പോ അമ്മ പറഞ്ഞു, എടാ നീ എന്തിനാ അത് ഒടിച്ചു കളഞ്ഞത്, അത് പാകാകുമ്പോൾ നിനക്ക് തന്നെ തിന്നാമായിരുന്നല്ലോ. അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞ സങ്കടത്തിൽ അവൻ ആ പൂങ്കുല വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ എന്ത് ചെയ്തു, മാമ്പഴം വെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവനത് വലിച്ചെറിഞ്ഞു. മാമ്പഴക്കാലമായി എല്ലാ കുഞ്ഞുങ്ങളും മാവിന്റെ ചോട്ടില് കളിവീടുണ്ടാക്കി കളിക്കുമ്പോ അമ്മയുടെ കുഞ്ഞു മാത്രമില്ല. അപ്പൊ അതിന് മുന്നേ അവനൊരു പനി വന്നവൻ മരണപ്പെട്ടു പോയിരുന്നു. അപ്പൊ അങ്ങനെ അടക്കിയ കുഴിമാടത്തിൽ മാവിൽ നിന്ന് വീണ ആദ്യത്തെ മാമ്പഴം എടുത്തു വെച്ച് വിലപിക്കുന്ന അമ്മ, അതാണ് മാമ്പഴം എന്ന കവിത. അപ്പൊ ആ ഒരു രചനയുടെ പിന്നിൽ ഒരു പ്രചോദനം, ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഏത് വലിയ എഴുത്തുകാരെ കുറിച്ച് നമ്മൾ തിരക്കിയാൽ അവരുടെ എല്ലാം ജീവിതത്തിലെ അനുഭവങ്ങളാണ് അവരെ ഏറ്റവും മികച്ച എഴുത്തുകാരാക്കുന്നത്. ടീച്ചർ ആദ്യമായി കവിത എഴുതിയത് എപ്പോഴാണ്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ഈ കവിത ഒന്നും അങ്ങനെ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല. എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ 1-2 പുസ്തകങ്ങൾ ആ ടീച്ചർ ചോദിച്ചപ്പോ 1-2 കൊടുത്തു. അതൊക്കെ പ്രണയ കവിതകളാണ്. ഞാൻ എഴുതിയിട്ടുള്ള കവിതകളിൽ ഏറെയും പ്രണയ കവിതകളാണ്. എഴുതിയത് വല്ലതും പൂഴ്ത്തി വെച്ചേക്കോ പുറത്ത് കാണിക്കാതെ. പാഠപുസ്തകത്തിലുള്ളത് പഠിക്കുക മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരും യഥാർത്ഥ കുട്ടികളും വിദ്യാർത്ഥിയൊക്കെ ആവുന്നത്. നിങ്ങളിപ്പോ പരിസ്ഥിതി ജൂൺ 5 പരിസ്ഥിതി ദിനം, അസംബ്ലിയിൽ HM പരിസ്ഥിതി ദിന സന്ദേശമൊക്കെ നൽകി. നിങ്ങൾക്ക് മരം തന്നു, നിങ്ങൾ മരം കൊണ്ടുപോയി വീട്ടിലെടുത്ത് കുഴിച്ചു വെച്ചു. പിറ്റേ വർഷം വീണ്ടും ജൂൺ 5 വന്നു, പിന്നെ അസംബ്ലി കൂടി, പിന്നെ ഒരു മരം കിട്ടി, കഴിഞ്ഞ വർഷം നട്ട അതേ കുഴി കൊണ്ട് നട്ടു. അതാണോ നിങ്ങളുടെ യഥാർത്ഥ പരിസ്ഥിതി? അല്ല. നമ്മൾ മനുഷ്യരെല്ലാം ഭയങ്കര സെൽഫിഷാണ്. നമ്മൾ സെൽഫി എടുക്കത്തില്ലേ? എന്തുകൊണ്ടാ സെൽഫി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്ക് എല്ലാവർക്കും ആരെ ഏറ്റവും ഇഷ്ടം? മോൻ ആരെ ഏറ്റവും ഇഷ്ടം? സത്യം പറ. അച്ഛനമ്മ കള്ളം, ഒന്നാന്തരം കള്ളം. മോക്കാരെ ഏറ്റവും ഇഷ്ടം? എല്ലാരും ഇഷ്ടമാ. മോക്കാരെ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ആരെയാ? ടീച്ചർമാരെയാണോ? അത് ഭയങ്കര അതിശയമാണ്. ടീച്ചർമാരുടെ പേര് പറ. ഏത് ടീച്ചറിനെ മോക്ക് ഏറ്റവും ഇഷ്ടം? പേര് പറ. ക്ലാസ് ടീച്ചർ. മോളെ ഏത് ക്ലാസ്സാ? മോളെ ക്ലാസ് ടീച്ചറിന്റെ പേര് പറ. ജസ്റ്റീന മിസ്. ടീച്ചറിന് സത്യത്തിൽ ഇനി ഒരു വലിയ അധ്യാപക അവാർഡൊന്നും വേണ്ട. മോളിപ്പോ പറഞ്ഞില്ലേ മോക്ക് ജസ്റ്റീന ടീച്ചറിനെയാണ് ഇഷ്ടമെന്ന്. ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർ യഥാർത്ഥ ടീച്ചർ ആയത് ഇപ്പോഴാണ്. കുട്ടികളെ ടീച്ചറിനെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോഴാണ് ആ ടീച്ചറിന് വേറെ ഇവിടുന്ന് പ്രത്യേകിച്ച് അവാർഡൊന്നും കിട്ടണ്ട. സത്യത്തിൽ നിങ്ങൾ എല്ലാരും പറഞ്ഞ നുണയാ. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴേ നിങ്ങൾ ആരെയാണ് സൂം ചെയ്ത് നോക്കുന്നത്? അങ്ങനെ സൂം ചെയ്ത് നോക്കത്തില്ല. കള്ളി, കൊച്ചു കള്ളി. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലും ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയില് സൂം ചെയ്ത് നോക്കുന്നത് എന്നെ തന്നെയാ. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയേണ്ടത്. എനിക്കിഷ്ടം എന്നെ തന്നെയാ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം അവനവനെ തന്നെയല്ലേ? അത് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ബാക്കി പറയുന്നത് എല്ലാം കള്ളത്തരവാ. അച്ഛനെ അമ്മയൊക്കെ ഇഷ്ടമാണ്, ചേച്ചിയെ ചേട്ടനെയൊക്കെ ഇഷ്ടമാണ്, ടീച്ചറിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമുക്കെല്ലാം നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഇഷ്ടങ്ങൾ വരുന്നത്. പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട്. നമ്മളെല്ലാവരും നമ്മളെ മാത്രം ഇഷ്ടപ്പെടുമ്പോഴും സെൽഫികൾ ഇഷ്ടപ്പെടുമ്പോഴും നമ്മളെല്ലാവരും നമ്മളിലേക്ക് ചുരുങ്ങുക. ബഷീറിന്റെ ഒരു കഥയ്ക്കകത്തൊരു പ്രയോഗമുണ്ട്, ഞാനും എന്റെ കെട്ടിയോനും കുട്ടിയോളും എന്ന് വെച്ചാൽ ഞാനും എന്റെ കെട്ടിയോനും കുട്ടിയോളും മതി, ബാക്കി അയലോകത്തുകാർ പട്ടിണി ഇടമി എത്താലും എനിക്ക് വിഷയമില്ല. അതാണ് ഇന്നത്തെ സമൂഹം. അങ്ങനെ ആവാനാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. അങ്ങനെ ആയാൽ നമ്മൾ യഥാർത്ഥ മനുഷ്യരാവോ? ഇല്ല, നമ്മൾ ആവില്ല. കഥകളാണല്ലോ കൂടുതലും രചിക്കുന്നത്, അത് കാരണം എന്താ? ഞാൻ എഴുതിയിട്ടുള്ളത് കൂടുതൽ അനുഭവ കുറിപ്പുകളാണ്. അതിന്റെ കാരണം എന്റെ അനുഭവങ്ങൾ തന്നെയാണ്. ഞാൻ ആസ്വദിച്ച മനോഹരമായ ബാല്യകാലം, പിന്നെ ഞാൻ കടന്നു വന്ന വഴികള്. ഡിജിറ്റൽ വായന എന്നൊരു സാധനം ഉണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഡിജിറ്റൽ വായന പ്രോത്സാഹിപ്പിക്കില്ല. ഒരു പുസ്തകം, ആ പുസ്തകം എടുത്ത് നമ്മുടെ കൈകൾ വെച്ച് പേജുകൾ മറിച്ച് ആ പുസ്തകത്തിന്റെ മണമൊക്കെ അറിഞ്ഞ് അനുഭൂതിയുണ്ട്. ആ വായനയ്ക്കൊരു അനുഭൂതിയുണ്ട്. അത് തരുന്ന ഒരു അനുഭൂതി ഞാൻ ഒരിക്കലും മൊബൈൽ ഫോണിൽ അത്തരം വായനയ്ക്ക് ശ്രമിക്കാറേ ഇല്ല.
നിങ്ങളൊക്കെ ഏറ്റവും അടുത്ത കാലത്ത് വായിച്ച ഏതെങ്കിലും പുസ്തകം ഉണ്ടോ? ഓർത്തു നോക്ക്. ഏറ്റവും അടുത്ത കാലത്ത് വായിച്ച ഓർമ്മ നിൽക്കുന്ന ഒരു പുസ്തകം പറ. ഒരു കൂടെയും കുഞ്ഞുങ്ങളും. അത് നല്ല പുസ്തകമാണ്. ഇനി എന്ത് വായിക്കാൻ കിടക്കുന്നു? അതിൽ നിൽക്കരുത് വായന. നിങ്ങൾ എന്ത് വായിക്കണോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ബഷീറിനെ വായിച്ചു തുടങ്ങും. ബഷീറിന്റെ ആനപ്പൂടയൊക്കെ വായിച്ചാൽ നിങ്ങൾ ചീച്ച് മണ്ണ് കപ്പും. അപ്പൊ ബഷീറിന്റെ ആനപ്പൂട വായിച്ചാൽ നിങ്ങൾ ബഷീറിന്റെ അടുത്ത പുസ്തകം തിരക്കി പിടിക്കും. പാത്തുമ്മയുടെ ആനത്തെ എന്ത് രസമാണ്. ഓ, മോള് വായിച്ചോ? മിടുക്കി. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2ല്. മോള് പാത്തുമ്മയുടെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതം. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് പാത്തുമ്മയുടെ ആടൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളുടെ വായന എവിടെ തുടങ്ങണം നിങ്ങൾ ശങ്കിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടോസാൻ വായിക്കാം, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് വായിക്കാം. ആദ്യം പത്രത്തിന്റെ ഹെഡിങ്, പിന്നെ ബാക്കിയൊക്കെ വായിക്കണം. വിശദമായിട്ടുള്ള വാർത്തകൾ വായിക്കണം കേട്ടോ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. നിങ്ങളെ കാണാനും നിങ്ങളൊക്കെ വളരെ സ്മാർട്ടായ കുട്ടികളാണ്. നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ കഴിഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് കരുതുന്നു. എന്നെ ഇവിടേക്ക് വിളിച്ച ടീച്ചർമാരുള്ള നന്ദി സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ആവുമ്പോഴല്ല നമ്മൾ യഥാർത്ഥ മനുഷ്യരും കുട്ടികളും ആകുന്നത്. പാഠപുസ്തകത്തിൽ നിന്ന് നേടുന്ന അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഫലപ്രദമായി ചിലവഴിക്കുമ്പോഴാണ്. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ കണ്ണു തുറന്ന് കാണുക, നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനകൾ അറിയുക, കേൾക്കുക, നല്ലൊരു കേൾവിക്കാരനാവുക. ഇന്നവര് സർക്കാർ മേഖലയിൽ തന്നെ ജോലി ചെയ്യണം. നമ്മൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ നിന്നല്ലേ? അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചിട്ട് ജോലി മാത്രം സർക്കാർ ജോലി വാങ്ങാൻ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. അങ്ങനെ ആവരുത് നമ്മൾ. പിന്നെയോ സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ ജോലി വാങ്ങി ജനസേവകരായി നാടിന്റെ നല്ല മക്കളായി നിങ്ങളിലാണ് നമ്മുടെ നാടിനി ഇരിക്കുന്നത്. ചിന്താശേഷിയുള്ള, നല്ല ഊർജമുള്ള, നല്ല മിടുക്കരായ ഒരു ജനതയായ ഒരു കുട്ടികളായി വന്ന് നമ്മുടെ ഭാവി കേരളത്തെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച ജസീന ടീച്ചറിന് ഞങ്ങളുടെ സ്കൂളിന്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു.